ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 14 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഇന്ത്യയിലെ രണ്ട് വമ്പൻ സിനിമകളായ കൂലിയും വാർട്ടുവും. ആവേശം കൊടുമുടിയിലേറി നിൽക്കവേ ഈ സിനിമകളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വാർട്ടു, കൂലി തുടങ്ങിയ സിനിമകളിൽ ലോകത്ത് ആദ്യ ഷോ ആരംഭിക്കുന്നത് വാർട്ടു ആണല്ലോ. നാളെ പുലർച്ചെ തന്നെ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുകയാണ്. വാർട്ടു സിനിമയുടെ പ്രിവ്യൂ ഷോ നടന്നോ, പ്രിവ്യൂ റിപ്പോർട്ട് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഒരുപാട് പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമായ പ്രിവ്യൂ റിപ്പോർട്ട്സ് എല്ലാം തന്നെ പ്രകാരം ഇപ്പോൾ പ്രീസെയിൽസ് എല്ലാം നോക്കുമ്പോൾ വളരെയധികം ശോകമാണ് സിനിമയുടെ കളക്ഷൻ എങ്കിൽ പോലും ഒരു സിനിമ എന്ന നിലയിൽ സിനിമ ശോകമല്ല എന്നൊരു പ്രിവ്യൂ റിപ്പോർട്ട്സ് ആണ് വരുന്നത്. നല്ലൊരു എന്റർടൈനർ ആണ്. ഹൃതിക് റോഷന്റെയും ജൂനിയർ NTRന്റെയും സ്ക്രീൻ പ്രസൻസ് കൊണ്ട് സിനിമ അത്ര മോശമല്ല, കണ്ടിരിക്കാൻ തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. YRFന്റെ മുൻ സിനിമയേക്കാൾ എന്തുകൊണ്ടും ഭേദപ്പെട്ട സിനിമയാണ് വാർട്ടു എന്നും, അതേസമയം YRFന്റെ മുൻ യൂണിവേഴ്സ് സിനിമകളുടെ ഇതുപോലെ തന്നെ കാമിയോ ഗസ്റ്റ് റോൾസ് എല്ലാം തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരിക്കും. ആലി ഭട്ടിന്റെ ഒരു ഗസ്റ്റ് റോൾ സിനിമയിലുണ്ട് തുടങ്ങിയ റൂമേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ നാളെ കണ്ടറിയാം. നല്ല സിനിമയാകട്ടെ വാർട്ടു എന്നുകൂടി നമുക്ക് ആശംസിക്കാം. ഇനി രജനികാന്തിന്റെ കൂലി എന്ന സിനിമയുടെ കേരള പ്രീസെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഷോ ആരംഭിക്കാനായിട്ട് മണിക്കൂറുകൾ ബാക്കി നിൽക്കവേ സിനിമയുടെ കേരള പ്രീസെയില് വൻ കുതിപ്പാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് മുന്നേ സിനിമയുടെ കേരള പ്രീസെയിൽ 5 കോടിയിൽ പരമായിരുന്നെങ്കിൽ പിന്നീട് 6 കോടിയും കടന്ന് ഇന്ന് 7 കോടിയും കടന്ന് 7,50,00,000 എല്ലാം തന്നെ കടക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. ഏറ്റവും അവസാനം രാത്രി 10 മണിക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 7,75,00,000 സിനിമയുടെ കേരള പ്രീസെയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനിയും 2 മണിക്കൂർ പ്രീസെയിലാണ് ഫൈനലായിട്ട് അപ്ഡേറ്റ് ആക്കപ്പെടാനായിട്ടുള്ളത്. 8 കോടിയിലേക്ക് സിനിമയുടെ കേരള പ്രീസെയിൽ ടച്ച് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നാണ് നമ്മുടെ കേരളത്തിലെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. 8 കോടി പ്രീസെയിൽ കടക്കാനായിട്ട് കഴിഞ്ഞാൽ ലിയോയ്ക്കും എമ്പുരാനും ശേഷം കേരള ബോക്സ് ഓഫീസിൽ 8 കോടി ഒരൊറ്റ ദിവസം കടക്കുന്ന സിനിമ കൂടിയായിട്ട് കൂലിക്ക് മാറാം. അങ്ങനെ ആദ്യ ദിവസത്തെ സിനിമയുടെ പ്രീസെയിൽ 8 കോടി കടക്കുമ്പോൾ 10 കോടി കേരള ഗ്രോസ് ആദ്യ ദിവസം ഇനി നേടിയെടുക്കുമോ എന്നാണ് നാം നാളെ ഉറ്റുനോക്കുന്നത്. അതിന് സിനിമയുടെ അഭിപ്രായങ്ങൾ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും 10 കോടി സിനിമ കളക്ഷൻ കിടക്കും. ബാക്കിയെല്ലാം തന്നെ നാളെ കണ്ടറിയാം. കാത്തിരിക്കൂ കൂടുതൽ കൂലി വാർട്ടു വാർത്തകൾക്ക്.